ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ വായനാഭാഗം പുറപ്പാട് 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാണ്. പുറപ്പാട് 7-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശയെയും അഹരോനെയും വീണ്ടും ഫറവോൻ്റെ അരികിലേക്ക് അയക്കുന്നു. ഫറവോൻ്റെ ഹൃദയം കഠിനമാകുമെന്നും അത്ഭുതങ്ങൾ വർദ്ധിക്കും എന്നും പറയുന്നു. അഹരോൻ ഫറവോൻ്റെ മുമ്പിൽ സംസാരിക്കുന്നു. അവൻ്റെ വടി പാമ്പായി മാറുന്നു. എന്നാൽ മന്ത്രവാദികളും അതിനെ അനുകരിക്കുന്നു. പക്ഷേ അഹരോൻ്റെ വടി അവയെ വിഴുങ്ങുന്നു. ഫറവോൻ കേൾക്കാതെ നിൽക്കുന്നു. ആദ്യ മഹാമാരി നൈൽ നദി രക്തമാകുന്നു. മത്സ്യങ്ങൾ ചാകുന്നു. വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഫറവോൻ പ്രതികരിക്കുന്നില്ല. ദൈവം ദോഷത്തെ ഒഴിവാക്കുന്നില്ല, അത് നേരിടുന്നു. ഫറവോൻ മനുഷ്യ അഹങ്കാരത്തിൻ്റെയും ദൈവത്തിനെതിരായ പ്രതിരോധത്തിൻ്റെയും പ്രതീകമാണ്. സത്യത്തെ വീണ്ടും വീണ്ടും നിരസിക്കുന്നത് ഹൃദയത്തെ കഠിനമാക്കുന്നു. മന്ത്രവാദികളുടെ അനുകരണം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാം ദൈവത്തിൽ നിന്നുള്ള അത്ഭുതമല്ല എന്നത്രേ. ഈ കാര്യത്തിൽ നമുക്ക് വിവേകം ആവശ്യമാണ്. അഹരോൻ്റെ കോൽ മറ്റെല്ലാം വിഴുങ്ങിയത് ദൈവത്തിൻ്റെ അധികാരം എല്ലാറ്റിനും മേലെയാണെന്ന് കാണിക്കുന്നു. നൈൽ നദി രക്തമായത് മനുഷ്യരുടെ ആശ്രയങ്ങൾ തകർന്നു പോകാമെന്നുള്ള സൂചനയാണ്. ദൈവത്തിൻ്റെ ശക്തി എതിർപ്പിൽ വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ വിധികൾ യാദൃച്ഛികമല്ല, അത് ലക്ഷ്യമിട്ടതാണ്. ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെയാണ് ദൈവം സ്പർശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ ആശ്രയിക്കുന്ന മേഖലകളെയാണ് ദൈവം പലപ്പോഴും സ്പർശിക്കുന്നത്. അത് നശിപ്പിക്കാൻ അല്ല, തിരുത്താൻ. ഹൃദയം കഠിനമാകുന്നത് ഒരു ദിവസം കൊണ്ടല്ല. ദൈവത്തിൻ്റെ ശബ്ദത്തോടുള്ള സംവേദനക്ഷമത പതിയെ കുറയുമ്പോഴാണ്. ദൈവത്തെ എതിർക്കുന്നതല്ല ഏറ്റവും വലിയ അപകടം, അവൻ്റെ ശബ്ദത്തോട് അനാസക്തരാകുന്നതാണ്. ഇന്നും ഫറവോൻ്റെ ആത്മാവ് നിലനിൽക്കുന്നു, അഹങ്കാരത്തിലും നിയന്ത്രണത്തിലും ദൈവത്തോടുള്ള പ്രതിരോധത്തിലും. മനുഷ്യർ ഇന്നും നൈൽ പോലുള്ള കാര്യങ്ങളിൽ ആശ്രയിക്കുന്നു. പണം, അധികാരം, ബന്ധങ്ങൾ. എന്നാൽ ഇവ തകർന്നു പോകാം. സത്യത്തെ കാണുമ്പോഴും പലരും മാറാതെ നടക്കുന്നു. നിരന്തരം നിരസിക്കുന്നത് ഹൃദയം കഠിനമാക്കുന്നു. ഹൃദയത്തിൻ്റെ കഠിനത ദൈവവചനം പതിവായി നിരസിച്ചതിനാൽ ആണ്. ഇന്നത്തെ ലോകത്തിൽ ദൈവത്തെ എതിർക്കുന്നതിനേക്കാൾ അവഗണിക്കുന്നതാണ് കൂടുതലായി കാണുന്നത്. ആളുകൾ തുറന്ന് പറഞ്ഞ് എതിർക്കുന്നില്ല, പക്ഷേ അവഗണിക്കുന്നു. എന്നാൽ അനാസക്തിയും അത്ര തന്നെ അപകടകരമാണ്. ഓരോ തവണയും അനുസരണം വൈകുമ്പോൾ ഹൃദയം കൂടുതൽ കഠിനമാകുന്നു. വൈകിയ അനുസരണം പലപ്പോഴും മറഞ്ഞ അനുസരണക്കേടാണ്. പുറപ്പാട് 8 തവളകൾ ദേശം നിറയ്ക്കുന്നു. വീടുകളിലും കിടപ്പുമുറികളിലും കടക്കുന്നു. ഫറവോൻ പ്രാർത്ഥിക്കാൻ പറയുന്നു, പക്ഷേ പിന്നീട് ഹൃദയം കഠിനമാക്കുന്നു. പേൻ, നായീച്ച മുതലായവ വരുന്നു. മന്ത്രവാദികൾക്ക് അതിനെ അനുകരിക്കാൻ കഴിയുന്നില്ല. ഇത് ദൈവത്തിൻ്റെ വിരൽ എന്ന് അവർ പറയുന്നു. ഈച്ചകളുടെ മഹാമാരി വരുന്നു. ഇസ്രായേലിനെയും ഈജിപ്തിനെയും വേർതിരിക്കുന്നു. ഫറവോൻ ഭാഗിക അനുസരണം നിർദ്ദേശിക്കുന്നു. ദൈവം മനുഷ്യരുടെ കൃത്രിമ സുഖങ്ങളെ കുലുക്കുന്നു. തവളകൾ വീടുകളിലേക്കും കിടപ്പുമുറികളിലേക്കും കടക്കുന്നത് പുറത്തുള്ള പ്രശ്നങ്ങൾ ഉള്ളിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനയാണ്. ദൈവം ഫറവോനെ മാത്രമല്ല, അവൻ്റെ നിയന്ത്രണത്തിൻ്റെ ഭ്രമത്തെയും തകർക്കുകയാണ്. മനുഷ്യശേഷിക്ക് പരിധിയുണ്ട്. ഇത് ദൈവത്തിൻ്റെ വിരൽ എന്ന തിരിച്ചറിവ് ശത്രുക്കൾക്ക് പോലും ദൈവത്തെ അംഗീകരിക്കാൻ ഇടയാക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ വേർതിരിക്കുന്നു. പകുതി അനുസരണമല്ല. ദൈവത്തിൻ്റെ ഇടപെടലുകൾ അസൗകര്യത്തിനല്ല, ജാഗ്രതയ്ക്കാണ്. നമ്മൾ അവഗണിക്കുന്ന കാര്യങ്ങൾ പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറും. ഫറവോൻ ആശ്വാസം മാത്രം ആഗ്രഹിച്ചു, പരിവർത്തനമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ലക്ഷ്യം ജീവിതം സുഖകരമാക്കുകയല്ല, ഹൃദയം ശരിയാക്കുകയാണ്. ബാഹ്യ ക്രമീകരണങ്ങളിൽ ദൈവം തൃപ്തനല്ല, ആഴത്തിലുള്ള മാറ്റമാണ് അവൻ ആഗ്രഹിക്കുന്നത്. സുഖം പലപ്പോഴും സത്യത്തെ മറയ്ക്കുന്നു. ദൈവം ചിലപ്പോൾ അസൗകര്യം അനുവദിക്കുന്നത് നമ്മെ ഉണർത്താനാണ്. ചെറിയ പ്രശ്നങ്ങൾ പോലും ശ്രദ്ധിക്കാതിരുന്നാൽ ജീവിതം മുഴുവൻ ബാധിക്കും. പലരും സ്ഥിരമായ മാറ്റം ആഗ്രഹിക്കുന്നില്ല, താൽക്കാലിക ആശ്വാസം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ദൈവം പൂർണ്ണ സമർപ്പണമാണ് ആവശ്യപ്പെടുന്നത്. സത്യം മറയ്ക്കുന്ന സുഖം ദൈവം കുലുക്കും. നാം സമാധാനം പ്രാർത്ഥിക്കുന്നു, എന്നാൽ സമാധാനം ഉണ്ടാക്കുന്ന പ്രക്രിയയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. പ്രശ്നങ്ങൾ നീക്കണമെന്ന് മാത്രം നാം ആഗ്രഹിക്കുന്നു, എന്നാൽ ഹൃദയം മാറാൻ തയ്യാറല്ല. കാരണം മാറ്റമില്ലെങ്കിൽ പ്രശ്നം വീണ്ടും വരും. ദൈവം ലക്ഷ്യം വെക്കുന്നത് ലക്ഷണങ്ങളെയല്ല, കാരണം തന്നെയാണ്. ഹൃദയം മാറാത്ത പക്ഷം സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിക്കും. പുറപ്പാട് 9-ാം അധ്യായത്തിൽ മൃഗങ്ങൾക്ക് രോഗം വരുന്നു, എന്നാൽ ഇസ്രായേലിന് ബാധയില്ല. ഫറവോൻ പരിശോധിച്ചിട്ടും മാറുന്നില്ല. പരു വരുന്നു, പിന്നെ കൽമഴ നാശം വരുത്തുന്നു. ദൈവത്തെ ഭയപ്പെട്ടവർ രക്ഷപ്പെടുന്നു. ഫറവോൻ പാപം സമ്മതിക്കുന്നു, എന്നാൽ വീണ്ടും ഹൃദയം കഠിനമാക്കുന്നു.
മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോൾ ഫലങ്ങൾ ശക്തമാകുന്നു. ദൈവം ഓരോ ഘട്ടത്തിലും അവസരം നൽകുന്നു. അത് കരുണയാണ്. ദൈവത്തെ ഭയക്കുന്നവരും ഭയക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി കാണാം. പ്രതികരണം ഫലത്തെ നിർണ്ണയിക്കുന്നു. ഫറവോൻ്റെ പശ്ചാത്താപം സ്ഥിരമല്ല, വേദനയാൽ ഉള്ളതായിരുന്നു, ഹൃദയപരിവർത്തനം കൊണ്ടല്ല. സത്യമായ പശ്ചാത്താപം വാക്കുകളിലല്ല, പ്രവൃത്തിയിൽ കാണപ്പെടും. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ കോപത്തിൻ്റെ അടയാളമല്ല, കൃപയുടെ പ്രകടനമാണ്. ഓരോ മുന്നറിയിപ്പും തിരിഞ്ഞു വരുവാനുള്ള അവസരമാണ്. ഫറവോൻ ചില നിമിഷങ്ങളിൽ സത്യം തിരിച്ചറിഞ്ഞെങ്കിലും അത് ജീവിതമാറ്റമായി മാറിയില്ല. സ്പർശിക്കപ്പെട്ട ഹൃദയം മാറ്റപ്പെട്ട ഹൃദയമല്ല. പാപബോധം മാത്രം മതി എന്നില്ല. അനുസരണം അനിവാര്യമാണ്. മുന്നറിയിപ്പുകൾ ഇന്നും വരുന്നു. പരിസ്ഥിതികളിലൂടെ, മനസാക്ഷിയിലൂടെ, ദൈവവചനത്തിലൂടെ. അവഗണിച്ചാൽ ഫലങ്ങൾ ഗുരുതരമാകും. പലരും കഷ്ടത്തിൽ ദൈവത്തെ തേടുന്നു, എന്നാൽ സുഖത്തിൽ മറക്കുന്നു. സ്ഥിരമായ മാറ്റം ഇല്ലെങ്കിൽ ആത്മീയ വളർച്ച ഉണ്ടാകുകയില്ല. പ്രതിസന്ധിയിൽ മാത്രം ദൈവത്തെ തേടുന്നത് മതിയായ വിശ്വാസമല്ല. ഇന്നത്തെ ജീവിതത്തിൽ പിന്നീട്, ഇപ്പോൾ അല്ല എന്ന സമീപനം സാധാരണമാണ്. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ താമസം അപകടകരമാണ്. സത്യം നീട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് അനുസരിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാകും. ശരിയായ പ്രതികരണം വൈകിയാൽ അത് അനുസരണക്കേടായി മാറാം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും അനുസരണം വൈകിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം കഠിനമാക്കുന്നുണ്ടോ? ഞാൻ പ്രശ്നങ്ങളിൽ നിന്നുള്ള ആശ്വാസം മാത്രമാണോ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ യഥാർത്ഥ പരിവർത്തനമോ? ഈ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.